ഏഷ്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിഗംഭീരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് ഛത്തീസ്ഗഡിലെ ബസ്തറിൽ. ജഗൽപൂരിനടുത്ത് കാടിനുള്ളിൽ ഇന്ദ്രാവതി നദിയിലാണ് ഈ വിസ്മയം. ചിത്രകൂട് വെള്ളച്ചാട്ടം ഏതൊരു സഞ്ചാരിയുടെയും മനം മയക്കുന്ന കാഴ്ച തന്നെ. ബസ്തറിന്റെ വന്യ സൗന്ദര്യം, ഏഷ്യയിലെ നയാഗ്ര വെള്ളച്ചാട്ടം. പറഞ്ഞു വന്നത് ചിത്രകൂട് വാട്ടർഫോൾസിനെ കുറിച്ചാണ്. വരൂ, നമുക്കതൊന്ന് കണ്ടുവരാം. ബസ്തർ ജില്ലയിലെ ജഗദൽപൂരിൽ നിന്ന് 38 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ഇന്ത്യയുടെ നയാഗ്ര വെള്ളച്ചാട്ടം. മഴക്കാലത്ത് ഏകദേശം 300 മീറ്റർ നീളത്തിൽ കുതിച്ചു ചാടുന്ന ചിത്രകൂട് ഇന്ത്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് ചുവപ്പ് നിറത്തിലും വേനൽക്കാലത്ത് തെളിഞ്ഞ നിലയിലും വെള്ളച്ചാട്ടം കാണാം. കൊടും കാടിനുള്ളിൽ കുത്തിയൊഴുകുന്ന ഇന്ദ്രാവതി നദിയിലാണ് ചിത്രകൂട് വെള്ളച്ചാട്ടമുള്ളത്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാലത്ത് ചിത്രകൂട് വെള്ളച്ചാട്ടം അതിന്റെ രൗദ്രഭാവം പ്രദർശിപ്പിക്കും. കരകവിഞ്ഞൊഴുകുന്ന നദി വെള്ളച്ചാട്ടത്തിലെത്തുമ്പോൾ കരുത്തും വ്യാപ്തിയും പ്രകടമാക്കി താഴേക്ക് പതിക്കും. ചുറ്റുമുള്ള ഭൂപ്രകൃതി പച്ചപ്പിന്റെ പറുദീസയായി മാറും. മൺസൂൺ വരണ്ട കാലത്തിന് വഴിമാറുമ്പോൾ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പാറക്കെട്ടുകളിൽ പല രൂപങ്ങൾ തെളിഞ്ഞു വരും. ഇന്ദ്രാവതി നദിയിൽ ബോട്ടിംഗ് നടത്താനുള്ള ഏറ്റവും മികച്ച സമയമാണിത്. വെള്ളച്ചാട്ടത്തിന് സമീപം ബോട്ടിലെത്താനും കാഴ്ചകൾ അടുത്തു കാണാനും സാധിക്കും. വെള്ളച്ചാട്ടത്തിന് ചുറ്റുമുള്ള പാറക്കെട്ടുകൾ ട്രക്കിങ്ങിനും അനുയോജ്യം. ചിത്രകൂട് വെള്ളച്ചാട്ടം തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾക്ക് ആത്മീയ പ്രാധാന്യമുള്ളത് കൂടിയാണ്. പ്രദേശത്താകെ നിരവധി ആരാധനാലയങ്ങൾ കാണാം. നദിക്ക് രോഗശാന്തി ഗുണങ്ങളുണ്ടെന്ന് ഗോത്ര സമൂഹം വിശ്വസിക്കുന്നു. ചിത്രകൂടിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യം ഇവിടെ എത്തിയാൽ അനുഭവിച്ചറിയാം. കമ്മ്യൂണിസ്റ്റ് ഭീകരത കുറ്റിയറ്റതോടെ ബസ്തർ കാടുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ഭയക്കാതെ കടന്നുവരാം ബസ്തർ മേഖലയിലേക്ക്. ഇതും ഭാരതത്തിൻ്റെ ഭാഗമാണ്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.